ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ സന്ദർഭത്തിൽ പിടിച്ചിരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തിയിരുന്നു. അവയിലൊന്നാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളത്. ഇത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം, പാകിസ്ഥാനും അറിയാം, ഇന്ത്യക്കും അറിയാം. പക്ഷേ എങ്കിലും തൽക്കാലം തോറ്റു തുന്നം പാടിയ പാകിസ്ഥാന് പിടിച്ചു കേൾക്കാൻ വേണ്ടി ചില തള്ളുകൾ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇറാനും പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിമാനങ്ങൾ ഇറാനിലേക്ക് പാഞ്ഞെത്തി അതിഭീകരമായ തോതിലുള്ള ആക്രമണം നടത്തുകയും അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ സൈനിക മേധാവികൾ വരെ വധിച്ചിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് ഇവർ പറയും പോലെ ഒരു വലിയ വിജയമായി മാറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ലോകത്ത് നമ്പർ 1 ആയിട്ടുള്ളത് ഇന്നും ഇസ്രായേൽ തന്നെയാണ്. ചില മിസൈലുകൾ ഇതിനെ വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നുവെങ്കിലും ഇവിടെ ആളപായമൊന്നും ഉണ്ടായതായി യാതൊരു റിപ്പോർട്ടുമില്ല. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ എങ്ങനെയാണ് ഇറാൻ വീഴ്ത്തിയത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തുന്നത് പോലെ പാകിസ്ഥാനെ അനുകരിച്ചുകൊണ്ട് നടത്തുന്ന മറ്റൊരു ഷോ ആയി മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഇറാന്റെ കൈവശമുള്ളതൊക്കെ തന്നെ ജാംബവാന്റെ കാലത്തെ പഴയ വിമാനങ്ങളാണ് പലതും. അതേസമയം ഇസ്രായേലിന്റെ കൈവശമുള്ളതാകട്ടെ F-15, F-35 ഇനത്തിൽപ്പെട്ട ലോകത്തെ ഏറ്റവും അത്യന്താധുനിക പോർ വിമാനങ്ങളാണുള്ളത്. ഈ പല പോർ വിമാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മിസൈലുകൾ വഹിക്കാനും ശേഷിയുള്ളതാണ്. അത്തരത്തിലുള്ള വിമാനങ്ങളെയൊക്കെ ഈ ഇറാന്റെ ഈ പഴയ കാലത്തുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഴ്ത്താൻ കഴിയുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഏതാണ്ട് 200ഓളം പോർ വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് കടന്നു ചെന്ന് അവരുടെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത്. അതിനൊന്നും തന്നെ പിടിച്ചേൽക്കാൻ കഴിയാതെ ഇരുന്ന ഇറാൻ പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് വിമാനം വീഴ്ത്താൻ കഴിയുക, അല്ലെങ്കിൽ ഇസ്രായേൽ വൻതോതിലുള്ള നാശനഷ്ടം വരുത്താൻ കഴിയുക എന്നുള്ളത് അത് അവരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും.